ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ തിക് സിലിണ്ടേഴ്സ് എന്ന ടോപ്പിക്കാണ്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ വരുന്ന പോർഷനാണ്. അപ്പോൾ തിൻ സിലിണ്ടറിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. എൻറ്റയർലി ഡിഫറെൻറ്റ് ടോപ്പിക്കാണ് തിക് സിലിണ്ടർ. അപ്പോൾ എന്താണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്, അതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തിക് സിലിണ്ടർ, തിൻ സിലിണ്ടർ രണ്ട് പ്രഷർ വെസൽസിന്റെ എക്സാമ്പിൾസ് ആണ്. തിൻ സിലിണ്ടറിൽ നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ തിക്നെസ് വെച്ചിട്ടാണ്. തിക്നെസ് D/2 കുറവാണെങ്കിൽ, D മീൻസ് ഇന്റേണൽ ഡയമീറ്റർ. അപ്പോൾ ഇന്റേണൽ ഡയമീറ്ററിനെ 1/20 കുറവാണെങ്കിൽ അത് തിൻ സിലിണ്ടർ, ഈക്വലോ അതിൽ കൂടുതലോ ആണെങ്കിൽ അത് തിക് സിലിണ്ടർ. അപ്പൊ എന്താണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം? ഇപ്പൊ ഒരു തിക് സിലിണ്ടറിന്റെ ഫിഗർ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയമെൻഷൻസ് ടേം എന്ന് പറയുന്നത് റേഡിയസ് റെപ്രസെന്റ് ചെയ്യാൻ R എന്നും ഔട്ടർ റേഡിയസ് റെപ്രസെന്റ് ചെയ്യാൻ B എന്നും അതേപോലെ ഇന്നർ റേഡിയസ് റെപ്രസെന്റ് ചെയ്യുന്ന A എന്നും ചെയ്യാൻ വെച്ചിട്ടാണ്. ലെങ്ത് ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ അല്ല, നമുക്ക് എവിടെ ആവശ്യം വരുന്നില്ല. ഇനി ഇവിടെ വരുന്ന 3 ടൈപ്പ് സ്ട്രെസ്സസ് ആണ്. നിങ്ങൾ തിൻ സിലിണ്ടർ പഠിച്ചപ്പോൾ അവിടെ മെയിനായിട്ട് 2 സ്ട്രെസ്സുകളാണ് പഠിച്ചിട്ടുള്ളത്. സർക്കംഫറൻഷ്യൽ അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ്, അതേപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു സ്ട്രെസ്സും കൂടെ വരും, അതാണ് റേഡിയൽ സ്ട്രെസ് സിഗ്മ R. അപ്പൊ തിക് സിലിണ്ടറിന്റെ കേസിൽ മെയിനായിട്ട് 3 സ്ട്രെസ്സുകൾ: റേഡിയൽ സ്ട്രെസ് സിഗ്മ R, സർക്കംഫറൻഷ്യൽ സ്ട്രെസ് സിഗ്മ C, അതേപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് സിഗ്മ L. ഇനി 3ന്റെ ഡയറക്ഷനും കൂടെ ഒന്ന് നിങ്ങൾ ആ ഫിഗർ വെച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. റേഡിയൽ സ്ട്രെസ് എന്ന് പറയുന്നത് സർഫസിന്, അതായത് ആ കർവ്ഡ് സർഫസിന് ഓൾമോസ്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് നോർമൽ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് റേഡിയൽ സ്ട്രെസ്. സൈഡ് സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട്, അല്ലെങ്കിൽ സർക്കിളിന് ടാൻജൻഷ്യൽ ആയിട്ട് വരുന്നതാണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. അതേപോലെ എലോങ് ദി ആക്സിസ് വരുന്ന സ്ട്രെസ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. അപ്പോൾ ഈ 3ന്റെ ഡയറക്ഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി തിൻ സിലിണ്ടറിൽ നിന്ന് തിക് സിലിണ്ടറിലേക്ക് നമ്മൾ മാറുമ്പോൾ ഏതൊക്കെ കണ്ടീഷനിലാണ് വ്യത്യാസം വരാൻ പോകുന്നത് എന്നുള്ളത് നോക്കുക. നമ്മൾ റേഡിയൽ സ്ട്രെസ് തിൻ സിലിണ്ടറിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവിടെ അത് ഇല്ല എന്നുള്ളതല്ല, അവിടെ അതിന്റെ വാല്യൂ നെഗ്ലിജിബിൾ ആണ് കമ്പയർഡ് ടു സിഗ്മ L ആൻഡ് സിഗ്മ ഹൂപ്പ് അല്ലെങ്കിൽ സിഗ്മ C. റേഡിയൽ സ്ട്രെസ്സിന്റെ വാല്യൂ വളരെ നെഗ്ലിജിബിൾ ആണ്. പക്ഷേ ഇൻ കേസ് ഓഫ് തിക് സിലിണ്ടർ ഇതിന്റെ വാല്യൂ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ആ റേഡിയൽ സ്ട്രെസ്സും കൂടെ ഡിസൈൻ അല്ലെങ്കിൽ അനാലിസിസിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ഒരു കാര്യം കൂടെ ഓർക്കുക, തിക് സിലിണ്ടറിന്റെ കേസിൽ റേഡിയൽ സ്ട്രെസ് കൺസിഡർ ചെയ്യാൻ വേണം. അവിടെ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് 3ാമത്തെ കോളത്തിൽ വേരീസ് അലോങ് ദി തിക്നെസ്. അപ്പോൾ ഓർക്കുക, തിക്നെസ്സിന് അലോങ് ആയിട്ട് തിക് സിലിണ്ടറിന്റെ റേഡിയൽ സ്ട്രെസ് വേരി ചെയ്യുന്നു. അടുത്തത് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. അത് നിങ്ങൾ തിൻ സിലിണ്ടറിൽ പഠിച്ചതാണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷെ അവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നത് യൂണിഫോം അലോങ് ദി തിക്നെസ്, അതായത് വേരിയേഷൻ ഇല്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് PD/2T. PD/2T എന്ന് പറയുന്നത് ഏത് പോയിന്റ് എടുത്താലും അതിന്റെ വാല്യൂ സെയിം ആണ്. പക്ഷേ തിക് സിലിണ്ടറിന്റെ കേസിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ് 3 പേരുകളുണ്ട്, ഓർത്തിരിക്കുക. സർക്കംഫറൻഷ്യൽ, ഹൂപ്പ് ഓർ ടാൻജൻഷ്യൽ. 3ഉം അതായത് ഒരാള് സർക്കംഫറൻഷ്യൽ അത് തിക്നെസ്സിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. അത് എങ്ങനെ വേരി ചെയ്യുന്നു നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ നോക്കാം. ഇനി പ്രഷർ നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. തിൻ സിലിണ്ടറിന്റെ പ്രഷർ ക്യാരിങ് കപ്പാസിറ്റി കുറവായിരിക്കും, തിക് സിലിണ്ടറിന്റെ പ്രഷർ ക്യാരിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഇനി എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എക്സാമ്പിളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നില്ല. സ്റ്റീം ബോയിലേഴ്സ്, നമ്മുടെ LPG ഗ്യാസ് സിലിണ്ടറൊക്കെ തിൻ സിലിണ്ടറിന് എക്സാമ്പിൾ ആണ്. റിയാക്ടർ ടാങ്ക്സ്, അതായത് തിക്നെസ് കൂടിയ ടൈപ്പ്, ഇപ്പൊ ഗണ്ണിന്റെ ഗൺ ബാരൽ, അതൊക്കെ തിക് സിലിണ്ടറിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ മെയിനായിട്ട് ഓർക്കേണ്ടത് റേഡിയൽ സ്ട്രെസ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ടും വേരി ചെയ്യും, എലോങ് ദി തിക്നെസ് വേരി ചെയ്യും എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള 2 ഇക്വേഷൻ. അപ്പോൾ പഠിക്കാനുള്ള 2 ഇക്വേഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു അതിന്റെ ഡയമെൻഷൻ എന്തൊക്കെ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു തിക് സിലിണ്ടർ ആണ് കാണിച്ചിരിക്കുന്നത്.
ഒന്നുകൂടെ വേണം വരയ്ക്കാം. ഒരു സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷൻ ആണ് അവിടെ വരച്ചിരിക്കുന്നത്. അപ്പോ ഈ അകത്തെ വോളിലാണ് പ്രഷർ ആക്ട് ചെയ്യുന്നത്. ഞാൻ എടുക്കുന്ന ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇൻസൈഡ് പ്രഷർ സബ്ജക്റ്റഡ് ടു ഇന്റേണൽ പ്രഷർ. അപ്പൊ ആ പ്രഷറിന് ഞാൻ കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് PA. ഇൻസൈഡ് ഡയമീറ്റർ എ എന്നും, സോറി ഒരു വ്യത്യാസമുണ്ട്. എ ഡയമീറ്റർ അല്ല, റേഡിയസ് ആണ്. റേഡിയസ് വെച്ചിട്ടാണ് എടുക്കാൻ, ആ ഫിഗറിൽ വ്യത്യാസമുണ്ട്. അത് 2A എന്ന് നിങ്ങൾ എടുത്തോണം. അപ്പൊ അത് B അല്ല, സോറി, അത് 2Aയും 2Bയും. അപ്പൊ റേഡിയസ് വരും Aയും Bയും. അപ്പൊ നിങ്ങളതൊന്ന് കറക്റ്റ് ചെയ്തോണം വരയ്ക്കുമ്പോൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് 2Aയും 2Bയും ആണ്. അപ്പോൾ ഇന്നർ റേഡിയസ് A അല്ലെങ്കിൽ ഇന്നർ ഡയമീറ്റർ 2A, ഔട്ടർ റേഡിയസ് PB, ഔട്ടർ റേഡിയസ് P, ഔട്ടർ ഡയമീറ്റർ 2. ഇനി ഇൻസൈഡ് പ്രഷർ PA, ഔട്ട്സൈഡ് പ്രഷർ PB. ഈ രണ്ട് ലോഡിങ്ങുകളാണ് തിക് സിലിണ്ടറിൽ വരുന്നത്. അപ്പൊ ഇൻസൈഡ് PA, ഔട്ട്സൈഡ് PB. ഇനി എങ്ങനെ ഇത് വെച്ച് നമ്മൾ രണ്ട് സ്ട്രെസ്സുകൾ, അതായത് സിഗ്മ ആർ സിഗ്മ തീറ്റയും, സിഗ്മ തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ സിഗ്മ C തന്നെയാണ്. സിഗ്മ C ഈക്വൽ ടു തന്നെയാണ് സിഗ്മ T, അതായത് സർക്കംഫറൻസ് സ്ട്രെസ്. ഈ രണ്ട് ഇക്വേഷനും ഡിറൈവ് ചെയ്യുന്നത് നമ്മളൊരു തിയറം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ തിയറി യൂസ് ചെയ്തിട്ടാണ്. അത് ലെയിംസ് തിയറി എന്ന് പറയും. ഈ ഇക്വേഷൻസിനെ ലെയിംസ് ഇക്വേഷൻസ് എന്ന് പറയും. അപ്പൊ അതിന്റെ ഡെറിവേഷനും കാര്യങ്ങളും ഒന്നും നമ്മൾ നോക്കണ്ട. ഈ ഇക്വേഷൻസ് ലെയിംസ് ഇക്വേഷൻസ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി എന്താണ് ഇക്വേഷനിലുള്ള രണ്ട് ടേമുകൾ, രണ്ട് കോൺസ്റ്റന്റുകളുണ്ട്, എയും ബിയും. എ, ബി, അതേപോലെ ഒരു വേരിയബിളും ഉണ്ട്, ആർ. ആർ മീൻസ് റേഡിയസ് ഓഫ് സിലിണ്ടർ ആണ് ആർ, സ്മോൾ ആർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ക്യാപിറ്റൽ എയും ബിയും കോൺസ്റ്റന്റുകളാണ്. ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ ഇവരുടെ വാല്യൂസ് സെയിം ആയിരിക്കും. എയും ബിയും മാറണമെങ്കിൽ നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ മാറും. അതായത് പി, നമ്മൾ ലോഡിംഗ് കണ്ടീഷൻ, നമ്മൾ പറഞ്ഞ രണ്ട് ലോഡിംഗ് കണ്ടീഷനാണ് PAയും PB. ഇൻസൈഡ് പ്രഷർ PA, ഔട്ട്സൈഡ് പ്രഷർ PB. അപ്പോൾ ലോഡിംഗ് കണ്ടീഷൻ മാറിയാൽ മാത്രമേ എയുടെ പിയുടെ വാല്യൂസ് മാറത്തുള്ളൂ. അപ്പൊ ഈ പഠിച്ചു വെക്കാനുള്ള ഇക്വേഷൻ ആണ് സിഗ്മ ആർ ഈക്വൽ ടു A മൈനസ് P/R², സിഗ്മ തീറ്റ ഈക്വൽ ടു A പ്ലസ് P/R². രണ്ട് ഇക്വേഷന്റെ പേര് ഓർത്തിരിക്കുക, ലെയിംസ് ഇക്വേഷൻ. ഇനി നിങ്ങൾ ഇക്വേഷൻ കാണുമ്പോൾ മനസ്സിലാവും ആറും തീറ്റയും ആർക്കനുസരിച്ചാണ് വേരിയസ്. സോറി, സിഗ്മ ആറും സിഗ്മ തീറ്റയും ഏത് പാരാമീറ്ററിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, പറയാമോ? ഇക്വേഷൻ നോക്കിയാൽ മതി. വേരിയബിൾ ഒരാളേ ഉള്ളൂ, റേഡിയസ് ആണ്, ഒറ്റ വേരിയബിളേ ഉള്ളൂ. അപ്പോ ഇനി അതുപോലെ തന്നെ ഒരു കണ്ടീഷനും കൂടെ ഞാൻ പറയാം. സിഗ്മ ആർ പ്രപ്പോർഷണൽ ടു റേഡിയസിന് എങ്ങനെ പ്രപ്പോർഷണൽ ആണ്? എങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ 1/r². അപ്പൊ ആ പ്രപ്പോർഷണാലിറ്റിയും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പോ സിഗ്മ ആർ ആവട്ടെ, സിഗ്മ തീറ്റ ആവട്ടെ, അതർ പാരാമീറ്റേഴ്സ്, അതായത് അതർ കോൺസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ പ്രപ്പോർഷണൽ ടു r² ആണ്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. പ്രോബ്ലം അത് വെച്ച് ചെയ്യണം. പ്രോബ്ലം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അത് വെച്ച് വരാം. ഇനി ബിടെക് ലെവലിൽ നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ സിഗ്മ ആറിന്റെയും സിഗ്മ തീറ്റയുടെയും ഇക്വേഷൻസ് വെച്ചിട്ടാണ്, മെയിനായിട്ട് സിഗ്മ ആറിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ആ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ഇത് സോൾവ് ചെയ്തെടുക്കണമെങ്കിൽ 4-5 മിനിറ്റ് എടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും വാല്യൂസ് കാണാൻ പഠിക്കുക ഇൻ ടേംസ് ഓഫ് PA, PB, AB. അപ്പൊ ആ ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിയുടെ ഇക്വേഷൻ എന്താണ്, എയുടെ ഇക്വേഷൻ എന്താണ്, സിഗ്മയിൽ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ബി ഇൻ ടേംസ് ഓഫ് A, C, PA ആൻഡ് PB.
അപ്പൊ എയും ബിയും പി എയും പി ബി എന്താണെന്നുള്ളത് ഓർക്കുക. എ എന്താണ്, ബി എന്താണ്, പി എ എന്താണ്, പി ബി എന്താണ്? എ എന്താണ്? എ ഇന്നർ റേഡിയസ്, ബി ഔട്ടർ റേഡിയസ്, പി എ ഇൻസൈഡ് പ്രഷർ, പി ബി ഔട്ട്സൈഡ് പ്രഷർ. ഇതേപോലെ തന്നെ എ നോക്കിയാലും കോൺസ്റ്റന്റ് ക്യാപിറ്റൽ എ നോക്കിയാലും ഇതേ ടേമുകൾ തന്നെയാണുള്ളത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിയും എയും കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ബിയും എയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിഗ്മ ആറിന്റെ സിഗ്മ തീറ്റയുടെ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ചെയ്യാം. അതല്ല കൺസെപ്റ്റൽ വൈസ് പ്രോബ്ലംസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ്റെ ഒന്നും ആവശ്യമില്ല. സോൾവ് ചെയ്യേണ്ട മെത്തേഡും പഠിക്കേണ്ട, ഈ 1/r² വേരിയേഷനും ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പൊ അതുവഴിയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻസ് പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ബിയുടെ ഇക്വേഷൻസും എയുടെ ഇക്വേഷൻസും പഠിച്ചു വെക്കുക. ഇനി നമ്മളിവിടെ ഓർക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, ഫസ്റ്റ് പറഞ്ഞേക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് റേഡിയൽ സ്ട്രെസ്സിന്റെ വേരിയേഷൻ എങ്ങനെയാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഓർക്കുക, റേഡിയൽ സ്ട്രെസ്. വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കുക, റേഡിയൽ സ്ട്രെസ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്ന പ്രഷറിന് ഈക്വൽ ആയി. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്താ ഒരു തിക് സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കുക. ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ പി എ എന്നതാണ്. എങ്കിൽ ഇന്നർ റേഡിയസിൽ, അതായത് ഇന്നർ സർഫസിൽ സിഗ്മ ആർ, അതായത് റേഡിയൽ സ്ട്രെസ് ഈക്വൽ ടു ഈ പ്രഷറിന് ഈക്വൽ ആയി, അതായത് ഈക്വൽ ടു പി എ ആയിരിക്കും. ഓർത്തിരിക്കുക, ഒരു തിക് സിലിണ്ടറിലെ റേഡിയൽ സ്ട്രെസ്സിന്റെ വാല്യൂ ഇന്നർ സർഫസിലെയോ ഔട്ടർ സർഫസ്, ഈ രണ്ട് പോയിന്റിലാണ് ഞാൻ പറയുന്നത്. ഇന്നർ സർഫസിലെ റേഡിയൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇന്നർ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് പ്രഷറിന് ഈക്വൽ ആയിരിക്കും. അതേപോലെ ഔട്ടർ സർഫസിലെ റേഡിയൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഔട്ടർ സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷറിന് ഈക്വൽ ആയിരിക്കും. ഇനി ഒന്നും കൂടെ ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ സിഗ്മ ആർ എന്ന് പറയുന്നത് വെറും പി എ അല്ല, അറ്റ് ആർ ഈക്വൽ ടു എ, അതായത് ഇന്നർ റേഡിയസ് ഞാൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ മൈനസ് പി എന്ന് എടുക്കണം. പിന്നെ ആൻസർ ആർക്കെങ്കിലും പറയാമോ, എന്താണ് റീസൺ? വെറും പി എ അല്ല, പക്ഷെ നിങ്ങൾക്ക് പ്രോബ്ലം പി എസ് സി ലെവലിൽ നോക്കുമ്പോൾ നിങ്ങൾ പി എന്ന് മാത്രം പഠിച്ചാൽ, പക്ഷെ മൈനസ് പി എ ആണ്. നമ്മൾ സ്ട്രെസ്സിൽ നെഗറ്റീവും പോസിറ്റീവും കൊടുക്കുന്നത് എപ്പോഴാണ്? ഏത് ടൈപ്പ് സ്ട്രെസ്സിനാണ്? ടെൻസൈൽ പോസിറ്റീവും കംപ്രസീവ് നെഗറ്റീവും. നിങ്ങൾ ഒരു കാര്യം ഇമാജിൻ ചെയ്യുക, ഒരു ഫ്ലൂയിഡിന്റെ ഒരു ട്യൂബിനകത്ത് അല്ലെങ്കിൽ തിക് സിലിണ്ടറിനകത്ത് പ്രഷർ ആക്ട് ചെയ്യുന്നെന്ന് വിചാരിക്കുക. അപ്പൊ ഈ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഈ വോളിലേക്ക് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഒരു ടെൻഷൻ ആണോ കൊടുക്കുന്നത്, അതോ കംപ്രഷൻ ആണോ കൊടുക്കുന്നത്? നോക്കുക, ആ ഫിഗറിലേക്ക് നോക്കുക. പി എ ആക്ട് ചെയ്യുന്നത് സർഫസിന് ഇൻവേർഡ് ആയിട്ടാണോ ഔട്ട്വേർഡ് ആയിട്ടാണോ? ഫിഗറിലുണ്ട്. സർഫസിനകത്തേക്കാണോ? അതാണ് ഇപ്പൊ ഞാൻ ഔട്ട്വേർഡ് ആണോ? ഒന്നുകൂടെ നോക്ക്. ഇതാണ് വാളെന്ന് വിചാരിക്കുക. അതാ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വരച്ചിട്ടുണ്ട്. നോക്കി, അകത്തേക്കല്ലേ പ്രഷർ കയറുന്ന? ഇത് പി ബി. നോക്കി, പ്രഷർ എങ്ങോട്ടാണ് വരുന്നത്? ഇൻവേർഡ് അല്ലേ? ക്ലിയർ ആവുന്നില്ല? കിട്ടുന്നില്ല? ഐഡിയ കിട്ടുന്നില്ല? ഏതാ റൈറ്റ് ഫിഗറിൽ വരച്ചേക്കണം? ഇതൊന്ന് നോക്കുക. ഞാൻ മുമ്പേ വരച്ചത് ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ ഷെയ്ഡ് ചെയ്തേക്കുന്നതാണ് വോൾ തിക്നെസ്. പി എ ആ വോളിലേക്ക് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ? വോളിലേക്കാണ് ഞാൻ റെഫർ ചെയ്യാൻ പറഞ്ഞത്. വോളിന് റിലേറ്റീവ് ആയിട്ട് നോക്കുമ്പോൾ പി എയും പി ബിയും എങ്ങനെയാണ് വരുന്നത്? ഇൻവേർഡ് അല്ലേ? അപ്പോൾ വോളിനുണ്ടാകുന്ന സ്ട്രെസ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഡിഫോർമേഷൻ എന്തായിരിക്കും? കംപ്രസീവ് ആയിരിക്കുമോ അതോ
ആണല്ലോ. അപ്പൊ റേഡിയൽ ഡയറക്ഷനിൽ വോളിന് തിക്നെസ് കുറയാനാണോ അതോ തിക്നെസ് കൂടാനാണോ ടെൻഡൻസി? കുറയാൻ. അപ്പൊ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് എന്തായിരിക്കും? കംപ്രസീവ് സ്ട്രെസ്. അപ്പൊ അതേ കേസ് തന്നെയാണ് ഇവിടെ. അപ്പോ റേഡിയൽ സ്ട്രെസ്സിന്റെ കാര്യം ഓർക്കുക, അകത്ത് ഇന്റേണൽ പ്രഷർ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. ഇനി ഞാൻ ചോദിക്കട്ടെ, വെളിയിലാണ് പ്രഷർ എങ്കിലോ? അപ്പോഴും കംപ്രസീവ് തന്നെയാണ്, അതിൽ ഡൗട്ട് ഉണ്ട്. അതാണ്ട് ഈ കേസ് നോക്കുക, പി ബി ഉണ്ടല്ലോ, പി ബി ആക്ട് ചെയ്യുന്നില്ലേ ഇവിടെ? അകത്തുനിന്ന് പി എ ഉണ്ട്, മുകളിൽ നിന്ന് പി ബി ഉണ്ട്. അപ്പൊ രണ്ടും എന്തിനു വേണ്ടി തന്നെ ട്രൈ ചെയ്യുന്നത്? വോളിനെ കംപ്രസ് ചെയ്യാനാണോ വോളിനെ ഇലോങ്ങേറ്റ് ചെയ്യാനാണോ? അതായത് തിക്നെസ് വൈസ്, ലെങ്ത് വൈസ് അല്ല ഞാൻ ചോദിക്കുന്നത്. തിക്നെസ്സിനെ ഇൻക്രീസ് ചെയ്യാനാണോ അതോ ഡിക്രീസ് ചെയ്യാനാണോ അതിനുള്ള ടെൻഡൻസി കിട്ടുന്നത്? ഡിക്രീസ് ചെയ്യാനല്ലേ? ഓക്കെ. അപ്പൊ ഇൻസൈഡ് പ്രഷർ വന്നാലും ഔട്ട്സൈഡ് പ്രഷർ വന്നാലും റേഡിയൽ സ്ട്രെസ്സുകൾ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് പ്രഷർ ആയിരിക്കും. അതായത് എന്ത് പ്രഷർ ആയിരിക്കും? കംപ്രസീവ് ആയിരിക്കും. അത് ഓർത്തിരിക്കുക. ഫസ്റ്റ് പോയിന്റ് ആണ്, റേഡിയൽ സ്ട്രെസ്സസ് വിൽ ബി ഓൾവേസ് കംപ്രസീവ്. ഇനി അത് ആർക്ക് ഈക്വലും ആയിരിക്കും? അതാണ് ആദ്യം പറഞ്ഞ പോയിന്റ്. ആർക്ക് ഈക്വൽ ആയിരിക്കും? റേഡിയൽ സ്ട്രെസ് വിൽ ബി ഈക്വൽ ടു ആർക്ക് ഈക്വൽ ആണ്? പ്രഷർ. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നെഗറ്റീവ് ഓഫ് പ്രഷർ. അപ്പൊ ഔട്ട്സൈഡ് സർഫസിലെ റേഡിയൽ സ്ട്രെസ് ഈക്വൽ ടു എന്തായിരിക്കും? പറയാമോ? ഔട്ട്സൈഡ് പ്രഷർ. ഔട്ട്സൈഡ് പ്രഷർ എന്താ നമ്മൾ ഡിനോട്ട് ചെയ്തത്? പി ബി എന്നല്ലേ? മൈനസ് പി ബി. മൈനസ് കൊടുക്കാം. ഇനി ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ഇൻസൈഡ് സർഫസിലെ റേഡിയൽ സ്ട്രെസ് എന്തായിരിക്കും? മൈനസ് പി എ. ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പി എയും പി ബിയും വെച്ചിട്ട് റേഡിയൽ സ്ട്രെസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ്? അത് കഴിഞ്ഞ സ്ലൈഡിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആണ് ഏറ്റവും ലാസ്റ്റ് അറ്റ് റേഡിയസ് ഈക്വൽ ടു എ. റേഡിയസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഇന്നർ സർഫസ്. അവിടെ സിഗ്മ ആറിന്റെ വാല്യൂ എന്താണ്? മൈനസ് പി എ ആണ്. അറ്റ് റേഡിയസ് ഈക്വൽ ടു ബി, അതായത് ഔട്ടർ സർഫസ്, അവിടെ സിഗ്മ ആറിന്റെ വാല്യൂ മൈനസ് പി ബി ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിക്കാം. ഔട്ട്സൈഡ് പ്രഷർ ഇല്ല, ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് എങ്കിൽ നിങ്ങൾ പി ബിയുടെ വാല്യൂ എന്തെടുക്കും? A fluid is passing through a cylinder at a pressure of 2 megapascal and outer surface outer pressure is equal to atmospheric pressure എന്നും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച്. അപ്പൊ നിങ്ങൾ എങ്ങനെ പ്രോബ്ലം ചെയ്യും? അപ്പൊ ഔട്ടർ പ്രഷർ 1 ബാർ എന്നും പറഞ്ഞെടുത്ത് ചെയ്യരുത്. സോറി, 0. അവിടെ പ്രഷറിന്റെ വാല്യൂ എന്തെന്ന് എടുത്താൽ മതി? 0. അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുകയാണെങ്കിൽ, ഔട്ടർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുകയാണെങ്കിൽ അത് പി ബി 0 എടുക്കുക. അതേപോലെ ചില പ്രോബ്ലങ്ങളിൽ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്നർ സൈഡിൽ അകത്ത് ഫ്ലൂയിഡ് ഒന്നുമില്ല, വെളിയിലെ ഫ്ലൂയിഡ് ഉള്ളൂ. അപ്പൊ അകത്തെ പ്രഷർ എന്തായിട്ട് എടുത്തോണം? 0. അപ്പൊ പ്രഷർ ഫ്ലൂയിഡ് തന്നിട്ടില്ലെങ്കിൽ ആ ഫ്ലൂയിഡ് ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ പ്രഷർ 0 ഇരിക്കുക. ഓക്കെ. ഇനി അതാണ് റേഡിയൽ സ്ട്രെസ്സിന്റെ കേസ്. അടുത്ത ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി, അതിന്റെ വേരിയേഷൻ ഒന്നുമില്ല, കാരണം യൂണിഫോം ആണ്. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ അവിടെ കണ്ടോ? പി എ എ സ്ക്വയർ മൈനസ് പി ബി ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പൊ സിഗ്മ എൽ ഈസ് ഈക്വൽ ടു പി എ എ സ്ക്വയർ മൈനസ് പി ബി ബി സ്ക്വയർ. അപ്പൊ ഇക്വേഷൻ കാണാൻ പഠിക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പഠിക്കുക. ഇതുവരെ സിഗ്മ എല്ലിന്റെ റിലേറ്റഡ് 6 സിലിണ്ടറിൽ ഒന്നും ഇതുവരെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ ഇത് വെച്ച് ചെയ്യുക. അപ്പൊ സിഗ്മ എൽ ഈക്വൽ ടു ഇക്വേഷൻ പഠിക്കുക. ഇനി ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. 3 സ്ട്രെസ്സുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഹൂപ്പ് സ്ട്രെസ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഉണ്ട്, റേഡിയൽ സ്ട്രെസ് ഉണ്ട്. അവരുടെ വാല്യൂവിന്റെ കമ്പാരിസൺ. അപ്പൊ ഓർക്കുക, ആരാടെ ഏറ്റവും വലിയ വാല്യൂ എഴുതിയേക്കുന്നത്? നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും, അല്ലാതെ ഇപ്പൊ നിങ്ങളത് ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി. ഹൂപ്പ് സ്ട്രെസ് ആണ് ഏറ്റവും കൂടിയത്, അതിനേക്കാൾ കുറഞ്ഞതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് സിഗ്മ എൽ. ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണ് ഏത് സ്ട്രെസ്? റേഡിയൽ സ്ട്രെസ്. അപ്പൊ ഹൂപ്പ് സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, റേഡിയൽ സ്ട്രെസ്. ഇനി കുറച്ചും കൂടെ ഡെപ്തിൽ പോവുകയാണെങ്കിൽ, എനിക്ക് അത്ര ഡെപ്തിൽ പോകണമെന്ന് എനിക്ക് അറിഞ്ഞില്ല, കാരണം ഡിപ്ലോമ ലെവലാകുമ്പോൾ അത്ര ഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കുക. 6 സിലിണ്ടറിലെ ഏതെങ്കിലും ഒരു പോയിന്റില്ല മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മാക്സിമം ഷിയർ സ്ട്രെസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോമാക്സ് എന്ന് പറയുന്നത്
സിഗ്മ 1 മൈനസ് സിഗ്മ 3/2, അതായത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് മൈനസ് മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ബൈ 2. അപ്പൊ ആ കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ ആണ് ടോ മാക്സ് ഈക്വൽ ടു ബി ബൈ ആർ സ്ക്വയർ. അപ്പൊ ബി എന്താണെന്ന് തൊട്ട് താഴെയുണ്ട്, നമ്മളെ കോൺസ്റ്റന്റ് വരുന്നതാണ് ബി, സ്മോൾ ആർ റേഡിയസ് ആണ്. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ, ടോ മാക്സിന്റെ മാക്സിമം വാല്യൂ എവിടെ ആയിരിക്കും? അതൊരു PSC ലെവൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഷിയർ സ്ട്രെസ് ഇന്നർ സർഫസ് എങ്ങനെ കിട്ടിയ, അതായത് 6 കൂടുന്തോറും 6 മിനിമം വരണം. ടോ മാക്സിമം ആകണമെങ്കിൽ 6 മിനിമം ആവണം. 6 മിനിമം വരുന്ന എവിടെയാണ്? ഇന്നർ സർഫസ്. കറക്റ്റ്. അപ്പം മാക്സിമം ഷിയർ സ്ട്രെസ് അറ്റ് എ പോയിന്റിന്റെ ഇക്വേഷൻ ടോ മാക്സ് ഈക്വൽ ടു ബി ബൈ ആർ സ്ക്വയർ. ആ മാക്സിമം ഷിയർ സ്ട്രെസ്സിലെ ഏറ്റവും കുറഞ്ഞ, ഏറ്റവും മാക്സിമം സ്ട്രെസ് കൂടിയ പോയിന്റ് അത് ഏത് പോയിന്റിലാണ്? അത് ഇന്നർ സർഫസിലാണ്. അത് ഓർത്തിരിക്കുക. അപ്പം ഷിയർ സ്ട്രെസ് വിൽ ബി മാക്സിമം അറ്റ് ഇന്നർ സർഫസ്. അപ്പൊ ടോ മാക്സിന്റെ ഇക്വേഷൻ എന്ത് വരും പറയാം? അറ്റ് ഇന്നർ സർഫസ് ടോ മാക്സ് ഈക്വൽ ടു അറ്റ് ഇന്നർ സർഫസ് ടോ മാക്സ് ഈക്വൽ ടു എന്താ വ്യത്യാസം വരുത്തണ്ടേ? ബി ബൈ ആറിന് പകരം ആറേയോ അല്ല, നമ്മൾ എന്താ കൊടുത്തിരുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ വെറും എ. ഇന്നർ റേഡിയസിന് കൊടുത്തിരുന്ന നൊട്ടേഷൻ എന്താണ്? എ അല്ലേ? ഔട്ടർ റേഡിയസിന് ബി. അപ്പോൾ ഇന്നർ സർഫസിൽ ടോ മാക്സിന്റെ വാല്യൂ ബി ബൈ എ സ്ക്വയർ. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട പോയിന്റ് റേഡിയൽ സ്ട്രെസിന്റെ വേരിയേഷൻ എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ഓൾറെഡി ഇക്വേഷനിൽ പറഞ്ഞു, റേഡിയൽ സ്ട്രെസ് ഇന്നർ സർഫസിന് ഔട്ടർ സർഫസിന് സെയിം വാല്യൂ വരും. ഇക്വേഷൻ നോക്കിയേ, റേഡിയൽ സ്ട്രെസിന്റെ ഇക്വേഷൻ എ മൈനസ് ബി ബൈ ആർ സ്ക്വയർ. സിഗ്മ ആറിന്റെ വാല്യൂ ഇന്നറിലും ഔട്ടറിലും സെയിം വാല്യൂ വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വരുമോ? ഇല്ല. എവിടെ ആയിരിക്കും കൂടുതൽ, എവിടെ ആയിരിക്കും കുറവ്? പറയുക ഇക്വേഷൻ നോക്കി. ഔട്ട്സൈഡ് കൂടുതൽ, ഇൻസൈഡ് കൂടുതൽ. ഇപ്പൊ പല പല കണ്ടീഷൻ വരെ അത് നമ്മുടെ ലോഡിങ് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്യും. സിഗ്മ ആറിന് എവിടെ കൂടുതൽ എവിടെ കുറവെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. പക്ഷെ സിഗ്മ തീറ്റ അങ്ങനല്ല, കാരണം എ അവിടെ മൈനസ് കിടക്കുന്നതുകൊണ്ടാണ്. സിഗ്മ തീറ്റ നമുക്ക് വേണമെങ്കിൽ പറയാം എവിടാണ് ഏറ്റവും കൂടുതലെന്ന്, എവിടാണ് ഏറ്റവും കുറവ്. സിഗ്മ തീറ്റ എന്ന് പറയുന്നത് സിഗ്മ സി, സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. 6 കൂടുന്തോറും സിഗ്മ തീറ്റ കുറയുമോ സിഗ്മ തീറ്റ കൂടുമോ? അതെ, സിഗ്മ സി കൂടുമോ കുറയുമോ? വൺ ബൈ ആർ സ്ക്വയറിന്റെ വാല്യൂ 6 കുറയുമ്പോൾ 1 ബൈ ആർ സ്ക്വയർ കുറയും, 1 ബൈ ആർ സ്ക്വയർ കൂടും. അപ്പോൾ 1 ബൈ ആർ സ്ക്വയർ കൂടുമ്പോൾ സിഗ്മ തീറ്റ കൂടുവോ കുറയുമോ? കൂടും. അപ്പോൾ എവിടാണ് സിഗ്മ തീറ്റ അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് മാക്സിമം വരുന്നത്? എപ്പോഴും ഓർക്കുക, സർക്കംഫറൻഷ്യൽ സ്ട്രെസ് വിൽ ബി മാക്സിമം അറ്റ് എവിടാണ്? ഇന്നറാണ്. ഔട്ടർ അല്ല, ഇന്നറാണ്. ഔട്ടറിൽ എപ്പോഴും സർക്കംഫറൻഷ്യൽ സ്ട്രെസ് കുറവായിരിക്കും. നമുക്ക് അതിന്റെ വേരിയേഷൻ കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് റേഡിയൽ സ്ട്രെസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആ റേഡിയൽ സ്ട്രെസിന്റെ ഇക്വേഷൻ, അതേപോലെ സർക്കംഫറൻഷ്യൽ സ്ട്രെസിന്റെ ഇക്വേഷൻ, അതിൽ എയും ബിയും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിന്റെ ഇക്വേഷൻസ് കാണാൻ പഠിക്കുക. അത് കാണാൻ പഠിച്ചു വെക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് കോൺസ്റ്റന്റ് ആണ്. ഏത് പോയിന്റ് എടുത്താലും, തിക് സിലിണ്ടറിന്റെ ഏത് പോയിന്റ് എടുത്താലും ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് സെയിം ആണ്. അതിൽ ആറിന്റെ ടേം വരുന്നില്ല. അപ്പോൾ സിഗ്മ ഐലൻഡ് ഇക്വേഷൻ PA² മൈനസ് PBV² ഡിവൈഡ് ബൈ B² മൈനസ് X. അത് പഠിച്ചു വെക്കുക. ഹൂപ്പ് സ്ട്രെസ്സിന്റെയും ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ്സിന്റെയും റേഡിയൽ സ്ട്രെസ്സിന്റെയും വാല്യൂ കമ്പാരിസൺ പഠിച്ചു വെച്ചേക്കുക. ഹൂപ്പ് സ്ട്രെസ് ഏറ്റവും കൂടുതൽ, റേഡിയൽ സ്ട്രെസ് ഏറ്റവും കുറവ്, രണ്ടിനും ഇടയ്ക്ക് ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ്. ടോ മാക്സിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി ഇവിടെ പഠിക്കേണ്ട അടുത്ത കേസ് വേരിയേഷൻ. സ്ട്രെസ് വേരി ചെയ്യുന്നു, കാരണം 6 വേരി ചെയ്യുമ്പോൾ സ്ട്രെസ് വേരി ചെയ്യും. നമ്മൾ പഠിച്ച ഇക്വേഷൻ A മൈനസ് B ബൈ ആർ സ്ക്വയർ. ഇനി റേഡിയൽ സ്ട്രെസ് ഇന്നർ റേഡിയസിൽ
നമ്മൾ അതിനു മുമ്പ് കേസ് 1 പറയാം. കേസ് 1 എന്ന് പറയുന്നത് 6 സിലിണ്ടർ സബ്ജക്ട് ടു ഇന്റേണൽ പ്രഷർ ഉള്ളു. അതായത് ഒരു പൈപ്പ് എടുക്കുന്നു, അകത്തൂടെ 6 സിലിണ്ടർ ആണെന്ന് ഇമാജിൻ ചെയ്യുക, അകത്തൂടെ ഒരു ഹൈ പ്രഷർ ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നു, വെളിയിൽ അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ ഇത് നമ്മൾ ഫസ്റ്റ് കേസിന് ഇക്വലന്റ് ആണ്, ഇന്റേണൽ പ്രഷർ ഉള്ളു. അപ്പൊ ഇന്റേണൽ പ്രഷർ മാത്രമാണെങ്കിൽ നമ്മൾ പറഞ്ഞു റേഡിയൽ സ്ട്രെസ് ആർക്ക് ഈക്വൽ ആയിരിക്കും, റേഡിയൽ സ്ട്രെസ് വിൽ ബി ഈക്വൽ ടു പ്രഷർ. അപ്പൊ ഇന്നർ സൈഡിലെ പ്രഷർ ഉള്ളൂ, ഔട്ടർ സൈഡ് പ്രഷർ ഇല്ല. റേഡിയൽ സ്ട്രെസ് എപ്പോഴും എന്തായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു, കംപ്രസീവ് ആണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഓർക്കുക, റേഡിയൽ സ്ട്രെസ് അറ്റ് ഇന്നർ സർഫസ്, ഇന്നർ റേഡിയസ് അല്ലെങ്കിൽ ഇന്നർ റേഡിയസ് ഈസ് മാക്സിമം, കാരണം അവിടെയാണ് പ്രഷർ ആക്ട് ചെയ്യുന്നത്, ആൻഡ് ഈസ് ഈക്വൽ ടു ഇന്റേണൽ പ്രഷർ. ക്വസ്റ്റ്യനിൽ എത്രയാണോ പ്രഷർ വരുന്നത് അതിന് ഈക്വൽ ആയിരിക്കും ഇന്നർ സർഫസിലെ റേഡിയൽ സ്ട്രെസ്. ഇനി അത് കംപ്രസീവ് ആകാനുള്ള റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു. കംപ്രസീവ് ആകാനുള്ള റീസൺ എന്താണ്? പ്രഷർ കാരണം വോളിന്റെ തിക്നെസ് കുറയാനുള്ള ടെൻഡൻസി ആണ്, അതുകൊണ്ട് അവിടെ കംപ്രസ് ചെയ്യും. ഇനി റേഡിയൽ സ്ട്രെസ് അറ്റ് ഔട്ടർ റേഡിയസ്, ഇവിടെ ഔട്ടർ സർഫസിൽ പ്രഷർ ഇല്ല. ഔട്ടർ സർഫസ് ഫ്രീ ഫ്രം ലോഡിംഗ് എന്ന് വേണമെങ്കിൽ എടുത്തു. അപ്പൊ ഫ്രീ ഫ്രം ലോഡിംഗ് ആണെങ്കിൽ അവിടെ പ്രഷർ ഇല്ല, പ്രഷർ ഇല്ലെങ്കിൽ റേഡിയൽ സ്ട്രെസ്സും ഇല്ല. അപ്പൊ റേഡിയൽ സ്ട്രെസ് ഔട്ടർ സർഫസിൽ 0 ആണ്. ഇനി ഹൂപ്പ് സ്ട്രെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഹൂപ്പ് സ്ട്രെസ് ഇന്നർ റേഡിയസിൽ മാക്സിമവും ഔട്ടർ റേഡിയസിൽ മിനിമവും ആണ്. അപ്പോൾ ഹൂപ്പ് സ്ട്രെസ് രണ്ട് കേസ് ആയാലും, അപ്പൊ ഇന്റേണൽ പ്രഷർ ഉള്ളി ആണെങ്കിലും ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ഔട്ട് സൈഡ് പ്രഷർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ ഉള്ളി ആണെങ്കിലും എപ്പോഴും ഹൂപ്പ് സ്ട്രെസ് ഇന്നർ റേഡിയസിൽ മാക്സിമം, ഔട്ടർ റേഡിയസിൽ മിനിമം. ട്രാക്കിൽ എഴുതിയിരിക്കുന്നത് ടെൻസൈൽ. ടെൻസൈൽ എന്ന് പറയാനുള്ള റീസൺ ആർക്കെങ്കിലും പറയാമോ? റേഡിയൽ സ്ട്രെസ് കംപ്രസീവ് ആണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഹൂപ്പ് സ്ട്രെസ് ടെൻസൈൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് റീസൺ ആർക്കെങ്കിലും പറയാമോ? ഓക്കെ, ഈ ഡയറക്ഷനിലാണ് സിഗ്മ സി ആക്ട് ചെയ്യുന്നത്, ഇപ്പുറത്തെ സൈഡിൽ. അതായത് ഈ ട്യൂബ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവാതെ അതിനെ പ്രിവെന്റ് ചെയ്യുന്ന സ്ട്രെസ്സാണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. നമ്മൾ ഇന്റേണൽ പ്രഷർ അല്ലേ കൊടുത്തത്. അപ്പൊ ഇന്റേണൽ പ്രഷർ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ട്യൂബ് രണ്ട് പീസാണെന്ന് നിങ്ങൾ ഇമാജിൻ, സത്യത്തിൽ അങ്ങനെ പീസൊന്നുമല്ല, അത് എന്ത് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്? വെളിയിലേക്ക് പൊട്ടിപ്പോകാനുള്ള ടെൻഡൻസി അല്ലേ? ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ കേസ്? അപ്പോ അവിടെ വരുന്ന സ്ട്രെസ് എന്ത് സ്ട്രെസ് ആയിരിക്കും? വെളിയിലേക്ക് വികസിച്ച് പൊട്ടിപ്പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ആ പോയിന്റിൽ വരുന്ന സ്ട്രെസ് എന്തായിരിക്കും? നീളം കൂടാനുള്ള ടെൻഡൻസി അല്ലേ ആ സ്ഥലത്ത്, ഈ ജോയിന്റ് ചെയ്യുന്ന സ്ഥലത്ത്, ഞാനിപ്പോ കട്ട് ചെയ്തേക്കുന്ന സ്ഥലത്ത്, ഞാൻ ആ സ്ട്രെസ് മാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്ത് പോയിന്റുകൾക്ക് ടെൻഷനാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഔട്ട്സൈഡ് പ്രഷറാണ് വരുന്നതെങ്കിലോ ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ടെൻസൈൽ ആയിരിക്കുമോ കംപ്രസീവ് ആയിരിക്കും? വെളിയിൽ നിന്നാണ്, ഔട്ട്സൈഡിൽ നിന്ന് അകത്തേക്കാണ് പ്രഷർ. അപ്പോ ഈ ട്യൂബ് മൊത്തത്തിൽ കംപ്രസ് ചെയ്ത് പോകാനല്ലേ ടെൻഡൻസി. അപ്പോ അവിടെ ടെൻസൈൽ സ്ട്രെസ് അല്ല വരുന്ന, ഹൂപ്പ് സ്ട്രെസ് എങ്ങനെ ആയിരിക്കും? കംപ്രസീവ് ആയിരിക്കും. അത് നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. അപ്പൊ ഇപ്പോഴേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഹൂപ്പ് സ്ട്രെസ് കേസ് 1-ൽ, അതായത് ഇന്റേണൽ പ്രഷർ മാത്രമാണെങ്കിൽ ടെൻസൈൽ ആണ്. ഇനി ഇന്നർ റേഡിയസിലും അതിന് വാല്യൂ കാണും, ഔട്ടർ റേഡിയസിലും അതിന് വാല്യൂ കാണും, രണ്ടും നോൺ സീറോയും ആയിരിക്കും. പക്ഷെ റേഡിയൽ സ്ട്രെസ് അങ്ങനല്ല, 0 വരാം. കാരണം എന്താണ്? പ്രഷർ ഇല്ലെങ്കിൽ അവിടുത്തെ സ്ട്രെസിന്റെ വാല്യൂ, റേഡിയൽ സ്ട്രെസിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഫിഗർ കാണാം. അവിടെ ഫസ്റ്റ് ഫിഗറിൽ ഇൻസൈഡ് പ്രഷർ പി ആക്ട് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ടാൻജൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസിന്റെ വേരിയേഷൻ ആണ്. ഒരു ഈ വേരിയേഷൻ കാണുന്നുണ്ടോ നിങ്ങൾ? എങ്ങനെയാണ് വേരിയേഷൻ? ആരോ കാണിക്കുന്നത് ആരോടെ നീളം റെപ്രസെന്റ് ചെയ്യുന്ന സ്ട്രെസിന്റെ വാല്യൂ ആണ്. എവിടെയാണ് ആരോടെ നീളം കൂടുതൽ? ഇന്നർ റേഡിയസിലാണോ ഔട്ടർ റേഡിയസിലാണോ?
ഇന്നർ. അപ്പോൾ ഹൂപ്പ് സ്ട്രെസ്സിന്റെ വേരിയേഷൻ ഇന്നറിൽ മാക്സിമം, ഔട്ടറിൽ എന്തുമായിരിക്കും? സർഫസിന്റെ വെളിയിലേക്ക് പോകുന്തോറും ഹൂപ്പ് സ്ട്രെസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി അതിന്റെ വേരിയേഷൻ ലീനിയർ ആണോടെ നോക്കിയേ, അതോ കർവ്ഡ് ആണോ? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണോ പോകുന്നത്? നമ്മൾ ഇക്വേഷൻ എടുത്ത് നോക്കിയാൽ മതി. അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ സിഗ്മ സിയുടെ ഇക്വേഷൻ എ പ്ലസ് ബി ബൈ ആർ സ്ക്വയർ അല്ലേ, പ്രൊപ്പോർഷണൽ ടു 1/r² അല്ലേ? അത് 1/r² എന്ന് പറയുന്ന ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണോ അവിടെ? അല്ല. പരാബോളയുടെ ഇക്വേഷൻ ആണോ? അതെ. പരാബോള. പക്ഷെ മാത്തമാറ്റിക്കലി പറഞ്ഞാൽ അത് പരാബോള അല്ല. പരാബോള ആകണമെങ്കിൽ പ്രൊപ്പോർഷണൽ ടു എന്താ വേണ്ടത്? r² ആണ്. സത്യത്തിൽ പരാബോള ആണ് ഇരിക്കും. ചില ടെക്സ്റ്റുകൾ പരാബോള എന്ന് പറയുന്നുണ്ട്, പക്ഷെ സത്യത്തിൽ അത് പരാബോള അല്ല. 1/r² എന്ന് പറയുന്നത് പരാബോള അല്ല. പ്രൊപ്പോർഷണൽ ടു r² ആണ് പരാബോള. പരാബോള ചില ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് പരാബോളിക് ആണെന്ന്. അപ്പോൾ അങ്ങനെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ പരാബോളിക് എന്ന് തന്നെ എഴുതുക. സത്യത്തിൽ മാത്തമാറ്റിക്കലി പരാബോള അല്ല. അപ്പൊ കർവ്ഡ് ആണ് എന്നുള്ളത് ഓർക്കുക. പരാബോള ആണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാലും കുഴപ്പമില്ല. മാത്തമാറ്റിക്കലി കറക്റ്റ് അല്ലെന്നേ ഉള്ളൂ. അപ്പോൾ റേഡിയൽ സ്ട്രെസ്സിന്റെ ടാൻജൻഷ്യൽ സ്ട്രെസ് അല്ലെ ഹൂപ്പ് സ്ട്രെസ്സിന്റെ വേരിയേഷൻ ഇന്നർ റേഡിയസിൽ മാക്സിമം, ഔട്ടർ റേഡിയസിൽ മിനിമം. വേരിയേഷൻ കർവ്ഡ് ആണ്. അടുത്ത ഫിഗർ നോക്കിയേ. അടുത്തത് റേഡിയൽ സ്ട്രെസ്സിന്റെ വേരിയേഷൻ ആണ് കാണിച്ചത്. റേഡിയൽ സ്ട്രെസ്സിന്റെ വേരിയേഷൻ നമ്മളിപ്പോ കേസ് 1 എന്താണ് പറഞ്ഞത്? എവിടാണ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്? ഇൻസൈഡിലാ ഔട്ട്സൈഡിലാ? ഇൻസൈഡ് ആണ്. അപ്പൊ എവിടെ മാത്രമേ സ്ട്രെസ് വരുത്തുള്ളൂ? റേഡിയൽ സ്ട്രെസ് അകത്ത് മാത്രം. ഔട്ട്സൈഡിൽ പ്രഷർ 0 ആണ്. അപ്പൊ റേഡിയൽ സ്ട്രെസ് എന്തായിരിക്കും? 0. ഇനി താഴോട്ട് കൊടുത്തതിന്റെ റീസൺ എന്താണ്? മുകളിലേക്ക് പോസിറ്റീവ്, താഴേക്ക് നെഗറ്റീവ്. സ്ട്രെസ് എന്താണ്? റേഡിയൽ സ്ട്രെസ്സുകൾ എപ്പോഴും എന്താണ്? കംപ്രസീവ്, നെഗറ്റീവ് ആണ്. ഇൻസൈഡ് മാക്സിമം ആണ്. അവിടെ മാക്സിമം കാണുന്നുണ്ടോ നിങ്ങൾ? ഇൻസൈഡിൽ മാക്സിമം, ഔട്ട്സൈഡിൽ മിനിമം. അപ്പോ സ്ട്രെസ്സിന്റെ വേരിയേഷൻ ഓർക്കുക. റേഡിയൽ സ്ട്രെസ്സിന്റെ വേരിയേഷൻ, അതേപോലെ ഹൂപ്പ് സ്ട്രെസ്സിന്റെ വേരിയേഷൻ. റേഡിയൽ സ്ട്രെസ് ഇന്നറിൽ കേസ് 1-ൽ ഇന്റേണൽ പ്രഷർ മാത്രമാണെങ്കിൽ ഇന്നറിൽ മാക്സിമം ഈക്വൽ ടു പ്രഷർ ആയിരിക്കും. ഔട്ട്സൈഡ് സർഫസ് 0. ഹൂപ്പ് സ്ട്രെസ് ഇൻസൈഡ് മാക്സിമം, ഔട്ട്സൈഡിലേക്ക് ചെല്ലുമ്പോൾ മിനിമം. അത് പാരാബോളിക് വേരിയിങ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ടു 1/r² വേരിയേഷൻ. ഇനി നമ്മൾ അടുത്ത കേസിലേക്ക് കയറുകയാണ്. അപ്പൊ കേസ് 1 അറിയാവുന്നവർക്ക് കേസ് 2 പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഔട്ടർ സർഫസിൽ മാത്രമേ പ്രഷർ ഉള്ളൂ എങ്കിൽ പറ റേഡിയൽ സ്ട്രെസ്സിന്റെ വേരിയേഷൻ എങ്ങനെ ആയിരിക്കും ഇവിടെ? ഔട്ട്സൈഡ് മാക്സിമം, ഇന്നർ 0. ഔട്ട്സൈഡ് മാക്സിമം, ഇൻസൈഡ് മിനിമം ആണോ? 0. ഒരു ക്വസ്റ്റ്യൻ ആണ്, PSC ക്വസ്റ്റ്യൻ ആണ്. 0. അത് ഓർത്തിരുന്നോ? റേഡിയൽ സ്ട്രെസ് എക്സ്റ്റേണൽ പ്രഷർ ഉള്ളി കേസിൽ ഔട്ടർ റേഡിയസിലെ മാക്സിമവും ഇൻസൈഡ് സർഫസിൽ അല്ലെങ്കിൽ ഇന്നർ സർഫസിൽ 0 ആണ്. ഇവിടെയും റേഡിയൽ സ്ട്രെസ് ഇവിടെ കംപ്രസീവ് ആണോ ടെൻസൈൽ ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞാലോ, ഇൻസൈഡ് പ്രഷർ വന്നാലും ഔട്ട്സൈഡ് പ്രഷർ വന്നാലും റേഡിയൽ സ്ട്രെസ് എപ്പോഴും എന്ത് തന്നെയാണ്? കംപ്രസീവ് ആണ്. കാരണം തിക്നെസ് കുറയ്ക്കാനേ നോക്കത്തുള്ളൂ. ഇനി ഹൂപ്പ് സ്ട്രെസ്സിന്റെ വേരിയേഷൻ കഴിഞ്ഞ കേസിൽ അതേ വേരിയേഷൻ തന്നെയാണ്. എവിടെ ആയിരിക്കും മാക്സിമം, എവിടെ ആയിരിക്കും മിനിമം? ഇന്നർ മാക്സിമം, ഔട്ട്സൈഡ് ഇന്നർ മാക്സിമം, ഔട്ടർ മിനിമം. പക്ഷേ അവിടെ ടെൻഷൻ ആണ്, ഇവിടെ എന്താണ്? കംപ്രഷൻ. അത് ഓർക്കുക. അപ്പോൾ എക്സ്റ്റേണൽ പ്രഷർ വരുമ്പോഴത്തേക്ക് ഹൂപ്പ് സ്ട്രെസ് കംപ്രസീവ് വരും. ഇൻസൈഡ് പ്രഷർ വരുമ്പോൾ ഹൂപ്പ് സ്ട്രെസ് ടെൻസൈൽ വരും. ആ ഫിഗറിൽ വേരിയേഷൻ കാണുന്നുണ്ടോ? ഓക്കെ. സിഗ്മ ആറിന്റെ വേരിയേഷൻ ആണ് ഇപ്പൊ റൗണ്ട് ചെയ്തേക്കുന്നത്. സിഗ്മ 6 കഴിഞ്ഞ കേസിന്റെ ഓപ്പോസിറ്റ് ആണ്. ഔട്ട്സൈഡിൽ മാക്സിമം വരും, ഇൻസൈഡിൽ പോകുന്തോറും 0 ആയിക്കൊണ്ടിരിക്കും. ഇൻസൈഡ് 0. ഇനി സിഗ്മ തീറ്റയുടെ വേരിയേഷൻ നോക്കിയേ. കഴിഞ്ഞ കേസ് സിഗ്മ തീറ്റ മുകളിലേക്കായിരുന്നു അല്ലേ? നോക്കിയേ, ഈ ഫിഗറിൽ നോക്ക്. അതായത് ഹൂപ്പ് സ്ട്രെസ് പോസിറ്റീവ് ആയിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക്
രണ്ടാമത്തെ കേസ് വന്നപ്പോഴത്തേക്ക് ഹൂഫ് സ്ട്രെസ് എങ്ങോട്ടായി? താഴേക്കായി. നെഗറ്റീവ് എന്ന് എഴുതിയേക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ നെഗറ്റീവ് ആയപ്പോഴും എവിടാണ് മാക്സിമം എവിടാണ് മിനിമം അത് മാറിയിട്ടില്ല. അത് ഓർക്കുക. എവിടാണ് മാക്സിമം എവിടാണ് മിനിമം? അകത്ത് മാക്സിമം, പുറത്ത് മിനിമം. ഇൻസൈഡ് മാക്സിമം, ഔട്ടർ. അപ്പോൾ ഐഡിയ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളതും. അപ്പോൾ ഇക്വേഷൻസ്, വേരിയേഷൻസ്